ഫ്രണ്ട്സ് ആൻഡ് ഫേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഗൈസ് സ്റ്റിക്കേഴ്സ് കളക്ഷൻ കാണിക്കാനാണ്. ഇതൊക്കെ എൻ്റെ കുറേ സ്റ്റിക്കേഴ്സാണ്. പക്ഷേ കുറേ സ്റ്റിക്കേഴ്സും ഞാൻ അങ്ങനെ എടുത്തെടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇടാത്തത് കൊണ്ടാണ് ഇന്നിട്ടത്. അപ്പം ഗീവ് അവേ വരുന്നുണ്ട് അടുത്ത ഞായറാഴ്ച. നെക്സ്റ്റ് വീക്ക് അല്ല, അടുത്ത ഞായറാഴ്ചയാണ് നമുക്ക് ഗീവ് അവേ സ്റ്റിക്കേഴ്സ് ആട്ടോ കൊടുക്കണത്. അപ്പോൾ എന്തായാലും ഒരു രണ്ടെണ്ണമുള്ള കൊടുക്കണം. രണ്ട് വിന്നേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ വെച്ചിട്ട് പ്രശ്നം വന്നുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മുഖം നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈറ്റും ഇവിടെ ഒരു വൈറ്റും ഇവിടെ ഒരു വൈറ്റും അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ഇടാൻ. അപ്പോൾ എൻ്റെ സ്റ്റിക്കേഴ്സ് കളക്ഷൻസ് എന്തായാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. വാ, നമ്മുടെ അപ്പുറത്തെ റൂമിലാട്ടാണ്. അയ്യോ, അവിടെ കൊടു ഇട്ടാണ്. ഇവിടെ ലൈറ്റ് ഇട്ടാലേ നമുക്കിനി നല്ലപോലെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് സ്റ്റഡി ഏരിയ ഇവിടെയാണ്. പിന്നെ നമ്മൾ സ്റ്റഡി കാണിച്ചില്ല. ഓക്കെ, ഇത് എല്ലാ ഈ ലൈറ്റ് കൊണ്ട് നമുക്ക് വെക്കേണ്ട ഒരു സംഭവം ഇതാണ്. ഓക്കെ, അയ്യോ പിന്നെ മുഖമൊന്നും കാണാനില്ല. ഓക്കെ, ഇതും വേണ്ട. പക്ഷേ ഈ വൈറ്റ് ഡോട്ട്സ് ഒക്കെ പോലത്തെ ഈ വിഷയമാണ് പ്ലീസ്. ഇവിടെ വെച്ചാൽ ഇവിടെ ചില കാണാമോ, ഇവിടെ വെച്ചാൽ ഇവിടെ വെക്കാല്ലേ, ഞാൻ ഇരുന്നേക്കേണ്ടി വരും. ഓക്കെ, പ്രൊഫഷൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാൻ കാര്യം പോയി. എടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് തന്നെ ഒരു ക്യൂവിനെ കാണിച്ചിട്ട് ക്യൂവിനല്ല ഒരു ഇത് കാണിച്ചത്. ഓക്കെ, ഡയമണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ കയറി നിന്നാലും ഇനി എന്നെ എനിക്ക് എക്സ്പ്ലനേഷൻ കസേര കയറി നിൽക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്സേപ്പും എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൗച്ച്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ട്നെസ് ഇല്ലേ. ലബുബോ സ്റ്റിക്കേഴ്സാണ് ഇത് രണ്ടും. പിന്നെ ഒരു ഗേലിൻ്റെ സ്റ്റിക്കറും BTSൻ്റെ നെയിം സ്ലിപ്പും 3 ലബുബോ സ്റ്റിക്കേഴ്സും. പിന്നെ അത് ഇവിടെ വെറുതെ ഒരു പ്ലെയിൻ പോലത്തെ ഒരു കണ്ടോ. ഇതിൻ്റെ ഇവിടെ നല്ല ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ആണെങ്കിൽ വെറുതെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആ ബോക്സ് ഉണ്ട്. ഇത് ഇവിടെ പിങ്ക് ആഷ്ടം. ഇതൊക്കെ പിന്നെ ഇനി പ്രത്യേകം ഞാൻ ശീലിച്ചു. സ്കൂളിലും പോയി ട്യൂഷനും പോയി കഴിഞ്ഞ് നമ്മൾ എങ്ങനെ ആവേശമിക്കാറ്. ഇതൊക്കെ നമ്മുടെ പുറകിൽ മനസ്സിലാണ്. ഇതാണ് എൻ്റെ പുറകിലെ അവസ്ഥ. പുറകിലും നല്ല രസമായിട്ട് തന്നെ ഇട്ടിരിക്കുക. പിന്നെ അപ്പോഴത്തേക്കും ഗൈസ് അടുത്ത സ്റ്റിക്കറിൻ്റെ താഴെ കിടക്കുന്നതാണ് എടുത്തിട്ട് സ്റ്റിക്കേഴ്സ് താഴെ പോയി. ഇതിന്ന് പോരൊന്നുമല്ല, നേരത്തെ ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ട് കടന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഈ സ്റ്റിക്കറാണ് താഴ്ത്തോട്ട് പോയാൽ. ഇതൊക്കെ നമ്മുടെ പൊന്നുമണി സ്റ്റിക്കേഴ്സാണ് ഗൈസ്. ഇതോട്ട് ഇതിൻ്റെ അകത്ത് നിന്നാണ് അതൊക്കെ പോയാൽ. കുറേ സ്റ്റിക്കർ കൊടുത്തു. സൂക്ഷ്മയില്ല, അത്രയും വരും. എല്ലാം കീറിപ്പറിച്ച് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വന്നുള്ള അവസ്ഥ. ഇങ്ങനെ ഫുള്ളി ഇങ്ങനെയുണ്ട്. ഒരു കുട്ടീനെ കണ്ടില്ല, ലൂസ് അല്ല നിന്ന കുട്ടീനെ ലൂസ് ഉണ്ട്. എന്നിട്ട് മിന്നിനെ കണ്ടു. രാവിലെ ഇടായിരുന്നപ്പോൾ അമ്മൂമ്മ
മോനാണെങ്കിൽ ഭയങ്കര ബഹളം വെച്ചു. ഇപ്പം എൻ്റെ മോനാണെങ്കിൽ ഒരു ക്രോസ് ആയിട്ട് കാണാം. ക്രോസ് എന്നല്ല അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ അടിപൊളി സ്റ്റിക്കർ. ഇത് ഞാൻ നിങ്ങൾ കാണിച്ചു കാണിച്ചു. ഇതിൽ നിന്ന് അടിയിൽ നിന്ന് കുറേ പോകുന്നു. അന്വേഷിച്ച് ഇതിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി എനിക്ക് നശിപ്പിക്കണതാണ്. ഫോണും എടുക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ? ഞാൻ ഈ ട്യൂണിന് വേണ്ടിയാണ് വെച്ചത്. ഈ ട്യൂണ് മറ്റേ നമ്മുടെ ഈ ട്യൂണിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലുണ്ട് വെച്ചത്. പക്ഷെ ഇത് ഫുൾ ഇതാണ് ഡ്രസ്സ്. ഇവിടുത്തെ സ്റ്റിക്കർ എൻ്റെ ഒരു ഗേളിൻ്റെ ഫ്രണ്ട്, അതായത് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചതെന്നില്ല, എൻ്റെ ഇതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിനായിട്ട് അവൾ എനിക്ക് സ്റ്റിക്കേഴ്സ് നിറയെ തന്നിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും കാണിച്ചേക്കാം. കുറച്ച് കഴിയുമ്പോൾ കാണിക്കാതെ. അതും ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളാണ് മേടിച്ചത്. അവൾ അതിൻ്റെ 2 ഇരട്ടിയാണ്, അല്ല ഒന്നിൻ്റെ ഇരട്ടി എത്ര കണ്ടതാണ്. പിന്നെ ആണെങ്കിൽ ഇപ്പം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടിക്കോളിക്കാം, എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും എല്ലാം ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് നമ്മളെ ഗീവ് അവേ ആയിട്ട് അന്നാലേ വരുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഗീവ് അവേ ഇടുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഞാൻ ഗീവ് അവേ ഇടുന്നതായിരിക്കും. എന്തായാലും അടുത്ത ഞായറാഴ്ച നമുക്ക് എന്തായാലും അടുത്ത ഞായറാഴ്ച വേണ്ട, അടുത്ത മാറ്റി പിടിക്കാം. November 10 ആകട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായാലും ഒരു ഗീവ് അവേ ഉള്ളു ഇടുന്നതായിരിക്കും. കണ്ടോ, നല്ല സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ വരാം, പക്ഷേ പറയാൻ പറ്റിയത് ഏതാണെന്ന്. ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. ഇത് പിന്നെ ലബുബോ സ്റ്റിക്കേഴ്സ്, പിന്നെ ഇതിൻ്റെ അകത്ത് കുഞ്ഞ് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഷീറ്റ് കുറച്ചായിട്ടുള്ള കുഞ്ഞു ഷീറ്റ്, പിന്നെ ഇങ്ങനത്തെ ഗേൾസ് ഒരു 2 ഗേൾസ് ഈ ഒരു ഗേള് നല്ല ക്യൂട്ടായിട്ടുള്ള ഗേൾസ് ഒക്കെ എൻ്റെ ഉണ്ട്. പിന്നെ BTS സ്റ്റിക്കേഴ്സ് എല്ലാം ഉണ്ടല്ലോ. BTS നെയിം സ്ലിപ്പ്, ലബുബോ സ്റ്റിക്കേഴ്സ്, ലബുബോ കണ്ടോ. ഓക്കെ, ലബുബോ സ്റ്റിക്കേഴ്സ് അങ്ങനെ എനിമി സ്റ്റിക്കേഴ്സ് ഒക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ ആ സ്റ്റിക്കർ ബോക്സ് ഒന്ന് കാണിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് കാണുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ കാണില്ല, അവളോട് ഞാൻ പറയാം എന്തായാലും കമൻറ്റ് ഒന്നും അടിക്കണ്ടേ എന്നൊക്കെ. അവളെ എന്നെ ചോദിച്ചിട്ട് BTSൻ്റെ നിൻ്റെ സ്റ്റിക്കർ ബോക്സ് കൊണ്ടുവരാം. സ്റ്റിക്കർ ബോക്സ് എങ്ങോട്ടാണ് മുമ്പേ ചെയ്യണം അതാട്ടോ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ കൈ പിന്നെ ഇതിൻ്റെ അത് കുറേ ലബുബോ സ്റ്റിക്കേഴ്സ്, കുറേ ലബുബോ സ്റ്റിക്കേഴ്സും പിന്നെ ഇങ്ങനത്തെ കുറേ ഇതൊക്കെയുള്ളൂ. എത്ര മണിയാണ് ഞങ്ങൾക്കാരും എടുത്ത് വെക്കാറുണ്ട്. പിന്നെ കുറച്ചും കൂടി കാണാനുണ്ട്. എന്തായാലും നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോയിട്ട് ഞാൻ പോയി എടുത്തിട്ടുണ്ട്. താഴെ സമൂഹം ചോദിക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ടായ സ്റ്റിക്കർ എൻ്റെ എല്ലാ കാര്യത്തിലും എന്താ ഫോട്ടോ എടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കട്ട് ചെയ്തിട്ട് പോയത് ആ ഫ്രണ്ട് തന്ന സ്റ്റിക്കേഴ്സ് കാണിക്കുന്നു. ഒത്തുപോയി ഗൈസ്. ഇത് എൻ്റെ വെള്ളം കുപ്പി ആരായിട്ട് തുറന്നു വെച്ചിരിക്കുന്നു. അമ്മയായിരിക്കും. അപ്പം എന്തായാലും വെള്ളം ഞാൻ അവിടെ വെക്കണം. അവിടെ പുറത്തൊക്കെയാണ്, പുറത്തായിട്ട് പോയിട്ടൊക്കെ നടക്കണം. എൻ്റെ അച്ഛനും അമ്മ വീട്ടിലില്ല. എൻ്റെ അമ്മമ്മ ഉള്ളു ഇപ്പോൾ കൂടെ എൻ്റെ കൂടെ. അമ്മമ്മ സൂപ്പർ ഗെയിലാണ്. അമ്മ എൻ്റെ സ്റ്റിക്കർ അമ്മ എൻ്റെ ബാഗ് എവിടെ? ബാഗ് എവിടെ? അവിടെ അകത്തുണ്ടോ നോക്കാം.
എൻ്റെ അമ്മ ഇങ്ങനെ നിൽക്ക്. അവിടെ കാണിക്ക് ബുക്ക്. അമ്മേനെ കാണിക്കട്ടെ. അമ്മ എവിടെ നിൽക്ക്. കണ്ട, ഇതാണ് ഗൈസ് എൻ്റെ അമ്മ. പെരേടകത്തുണ്ടാകുന്നു. നമുക്ക് പെരേടകത്ത് കാണും. അമ്മമ്മയാണ് നിൽക്കുന്നത്, ഞാൻ എടുക്കല. ഇതൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ പഴയ കിട്ടിയമ്മ. ഞങ്ങളുടെ പഴയ വീടിൻ്റെ നമ്മുടെ അമ്മൂമ്മയുടെ പേരാണ് ഗൈസ്, ആമിനമ്മ. ആമിനമ്മ, നടാശാമ്മ, പിന്നെ അമ്മേനെ വേറെ കുറച്ച് പേരുണ്ട്, ആയാമ്മ. ലൈറ്റ് ഇല്ലെന്ന് ചോദിച്ചാൽ ലൈറ്റ് കുറേ ഇട്ടില്ല. ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് തന്നതും എല്ലാം കാണിക്കട്ടെ. ലൈറ്റാണ്, എന്നാലും കാണാൻ പറ്റൂലേ. എന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ വെക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഓക്കെ, വെളിച്ചം വേണ്ട, കട്ട്. ശരി, ഞാൻ എടുക്കേണ്ട പോലെ നിങ്ങൾ ആ കട്ടൻ്റെ ഭംഗി. വെറുതെ ഇരിക്കുന്നതിനാണ് ഞാൻ വന്നിട്ട. ഇതാണ് ക്ലിയർ ആവുന്നു, കണ്ടോ? ഇതൊക്കെ എൻ്റെ കൂട്ടുകാരി തന്നെയാണ്. ഈ പെണ്ണ് എൻ്റെ ആണ്. ഇവിടെ എൻ്റെ ഇവള് കാണിച്ചു. ഇവൾ എൻ്റെയാണ്, ഇവൻ എൻ്റെയാണ്, ഇവൻ എൻ്റെയാണ്. ഓക്കെ, പക്ഷെ അവൾ തന്നപ്പോൾ എൻ്റെ ഗൈസ്. ശരിക്കും പറഞ്ഞ ഇതാട്ടോ എൻ്റെ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതെൻ്റെ കേട്ടോ. ഇതും പിന്നെ ഇതും എൻ്റെ ഫ്രണ്ടാണ്. ഇത് വേറൊരു കൂട്ടുകാരാണ്. ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഫ്രണ്ട് ഇതെൻ്റെ ഇതെൻ്റെ. ഇതാണ് ഈ ബുക്കിൻ്റെ അകത്ത് എന്തെങ്കിലും അറിയണമെന്ന് വെച്ചാൽ അകത്ത് ഇങ്ങനത്തെ LSS പഠിക്കാൻ ഞാൻ പോകും. LSSൻ്റെ പഠിപ്പായതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇടാനും വീഡിയോസ് ഒന്നും. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്റ്റിക്കർ നോക്കിയിട്ട് കാണുന്നില്ല. ഇറങ്ങലും പറ്റേ. ബൈ. ഒരു കാര്യം കൂടി ഉണ്ട്. ഗീവവേ തരാൻ പോണ കാര്യങ്ങൾ നിങ്ങൾക്കും കാണണമെന്ന് ആഗ്രഹമില്ലേ? എടുക്കണോ? ഞങ്ങൾ മേടിക്കാൻ പോണ്. ബൈ. ഒക്ടോബർ എല്ലാ ഒക്ടോബർ നവംബർ 10 നമ്മുടെ ഗീവവേ. എല്ലാം സെറ്റാക്കി വെച്ചു. ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ 53-60 ആക്കൂ. എന്തായാലും നമുക്ക് വാശിയേറിയ പോരാളാണ്. ആർക്കൊക്കെ കമൻറ്റ് ഇടണം. എന്തായാലും എല്ലാവർക്കും ഓൺ ദ വേസ് ഗീവ് അവേ ഉണ്ട്. 2 വിന്നേഴ്സ്. അടുത്ത പ്രാവശ്യം 5. നമുക്ക് ചാനലിൽ സബ്സ്ക്രൈബർ കൂടിക്കൊണ്ടിരിക്കുന്നതോറും അത്രയും ഗീവ് അവേ നമ്മൾ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാം. നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും. ബൈ.